വെൽക്കം ബാക്ക് ടു ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് പോകാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകാൻ നിൽക്കുന്നത് മാങ്കുളം ആനക്കുളത്തേക്കാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകണ ഒരു ടൈം എന്ന് വെച്ചാൽ ഒരു ഈവനിങ് ടൈം കൊള്ളിച്ച് എത്തുന്ന ഒരു ടൈമിലാണ് ഇറങ്ങിയേക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു മോർണിംഗ് ടൈമിൽ അവിടെ പോയിട്ടുണ്ട്, പക്ഷേ നമുക്കവിടെ ആനയൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ പ്രാവശ്യം ഒന്ന് വൈകിട്ട് പിടിക്കാമെന്ന് ഓർത്താണ് നമ്മൾ ഇറങ്ങിയേക്കണം. അപ്പോൾ കഴിച്ച് നിങ്ങൾ എന്തായാലും ആനക്കുളം ആ ഒരു സൈഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്തായാലും ഈ ഒരു വേനൽക്കാലം ടൈമിൽ നോക്കിയിട്ട് പോകാമെന്നൊക്കെയായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജൂണൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല അട്ടയാണ് നമ്മുടെ ആനക്കുളം ആ ഒരു സൈഡിലോട്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പോയതാണെങ്കിൽ ഒരു മഴ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ നമ്മളൊരു 1-2 സ്പോട്ടും കൂടി കവർ ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഇറങ്ങണമെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലായിട്ടാണെങ്കിൽ നമുക്ക് ഈ റൂട്ട് അടിപൊളിയാട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഒരു രാവിലെ പോയിട്ട് ഈവനിങ്ങിൽ എത്തണ രീതിക്ക് ഈ റൂട്ട് പിടിക്കാം. ഫൈനലി ഗൈസ് നമ്മളവിടെ ആനക്കുളത്ത് എത്തിയായിരുന്നു. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ട് ഗൈസ്, ഇവിടെ ആനയുണ്ട്. അപ്പോൾ എൻ്റെ ക്യാമറ നൈറ്റ് ഇത്തിരി ശോകമാണ്, അതാണ് ആനയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു 6 ആനയോളം സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം പിടിയാനയാണ്, 2 കുട്ടി ആനയും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും പോവുക മാക്സിമം. അപ്പോൾ ഗൈസ് നമ്മൾ നൈറ്റ് അവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ മാറിയിട്ട് നമ്മൾ സ്റ്റേ അടിച്ചിട്ടാണ് പിറ്റേ ദിവസമാണ് നമ്മൾ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്തത് പോകാൻ നിൽക്കണ നേരെ നമ്മുടെ അഞ്ചുരുണി ടണലിലോട്ടാണ് നമ്മൾ നേരെ പോകാൻ നിൽക്കുന്നത്.
പാലത്തിൽ കൂടെയാണ് എനിക്ക് തോന്നണേ പോലെ. അപ്പോൾ നമ്മളിവിടെ അഞ്ചൂർ ടണലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടിപൊളിയാട്ടോ, നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. നമുക്കിവിടെ എൻട്രി ഫീയോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ ടണലും അതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ ടണലിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്ന ആട്ടോ നിങ്ങളിപ്പോൾ വെള്ളക്കടലായിട്ട് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ടണലിൻ്റെ അകത്തേക്ക് കുറച്ചൊന്ന് പോയത്. അപ്പോൾ നിങ്ങൾക്കും പോവാം. അപ്പോൾ ഒരു സൈഡ് പിടിച്ച് മാക്സിമം പോകാൻ നോക്കുക കേട്ടോ എല്ലാവരും. വലിയ ആളുകളോ ഇവിടുന്ന് എങ്ങനെ വന്നത്? മൊത്തത്തിൽ പാറ പാറയാമല്ലോ. പോയോ ഇപ്പൊ തന്നെ പോയനാട്ടോ. നല്ല തെന്നലുണ്ട് കേട്ടോ, നോക്കി ഇറങ്ങും അല്ലെങ്കിൽ താഴെ കിടക്കും. കാലിന് ദൃഢമായ നിശ്ചയം കിട്ടിയെന്ന് മാത്രം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ കുട്ടിക്കാനം വഴിയാണ് നേരെ പോകണം. കുട്ടിക്കാനത്ത് നിന്ന് വരുന്ന വഴിക്കാനാട്ടെ നമ്മുടെ ഈ അമ്മച്ചി കൊട്ടാരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കയറി കാണാവുന്നതാണ്. പണ്ടത്തെ ആ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി അടിപൊളി. എവിടെ വീട്? ആലപ്പുഴ. അതെല്ലാം ഇപ്പൊ പൊളിഞ്ഞു പോയത്. പണ്ടൊക്കെ എല്ലാം പൊളിഞ്ഞു പോയി. ഇതിൽ കാണാം. അവിടെ രണ്ട് മൂലി മൊത്തം താഴ്ന്നു പോയി. ഇവിടെ വരൽ പോയി കണ്ടിരുന്നു. അതേ ഡൈനിങ് കാണിച്ചൊന്ന് പൊളിഞ്ഞു പോയി.
പിന്നെ പൊടിയിട്ടായിരുന്നു ശരിയായിട്ട് മാറാൻ വരല്ല. പോയി കാണട്ടെ. ആ ആ ഒന്നല്ലല്ലോ. അതെ വന്നെ ഞാൻ കൊറേ ആക്രി മാത്രം അമ്പത് രൂപ കൊടുത്താൽ മതിയായിരുന്നു. പണിയെടുക്കാൻ വേണ്ടി കൈ തല്ലി അരി പിടിക്കണ്ടേ. ഓട് തലയിൽ ചാവണ കടന്നു പോവാ. ഓടെ വീട് തലയിൽ ചാവണ കടന്നു പോവാ. നൂല് പൊടിയിട്ട് മറ്റേ സമയമില്ലേ പഞ്ചസാരയില്ലേ? എന്താ കഴിക്കാൻ പറ്റാത്ത. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് നേരെ അതിലിപ്പോൾ നമ്മൾ നേരെ ഇനി വീഡിയോ പിടിക്കാനാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലായി രേഖപ്പെടുത്തുക.